കോട്ടയം ജില്ലയിൽ വീണ്ടും മഴ ശക്തി പ്രാപിച്ചു. ഇന്ന് പുലർച്ചെ മുതലാണ് വിവിധ താലൂക്കിൽ മഴ ശക്തി പ്രാപിച്ചത്. മീനച്ചിലാറിൽ ജലനിരപ്പ് വർദ്ധിച്ചതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. സനോജ് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരുന്നുവെങ്കിൽ കൂടിയും ഇന്ന് പുലർച്ചെ മുതൽ വീണ്ടും മഴ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ മഴ ശക്തി പ്രാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്തെ മീനച്ചിലാറും മണിമലയാറും കരകവിഞ്ഞൊഴുകുകയാണ്. അതുകൊണ്ട് തന്നെ ആറിൻ്റെ സമീപത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആറിൻ്റെ പ്രദേശങ്ങളിൽ. അതുകൊണ്ട് തന്നെ ആറ്റിൽ ആരും കുളിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള കൂറ്റൻ ആൽമരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അമ്പലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ചുറ്റമ്പലത്തിൻ്റെ മറ്റു പടങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ചയും കാണാൻ കഴിഞ്ഞിരുന്നു. എങ്ങനെ പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് ഈ കൂറ്റൻ ആൽമരം നിലം പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിലിപ്പോൾ ഞാനുള്ളത് കോട്ടയം കുമരകം പാതയിലെ ഇല്ലിക്കൽ പ്രദേശത്താണ്. ഈ പ്രദേശമെന്ന് പറയപ്പെടുന്നത് പലപ്പോഴും മഴ ശക്തി പ്രാപിച്ച് മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുമ്പോൾ ആദ്യം വെള്ളം കയറുന്ന ഒരു പ്രധാനപ്പെട്ട ഇടം കൂടിയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഇവിടുത്തെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായതിൻ്റെ ഭാഗമായി, അതായത് മീനച്ചിലാർ കരകവിഞ്ഞൊഴുകിയതിൻ്റെ ഭാഗമായി ഈ ഇല്ലിക്കൽ പ്രദേശങ്ങളിലെ ഈ ടൗണുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. കടകമ്പോളങ്ങളിൽ വെള്ളം കയറിയ സാഹചര്യമാണ്, വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശമായിട്ടുള്ള തിരുവാർപ്പ്, അയ്മനം, ആർപ്പൂക്കര ഉൾപ്പെടെയുള്ള ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം മീനച്ചിലാറിലെ ജലനിരപ്പ് ശക്തമായി നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. പാല പോലെയുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ജലനിരപ്പ് ഗണ്യമായി ഉയർന്നിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പടിഞ്ഞാറൻ മേഖലയിൽ ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. എന്തായാലും വരും മണിക്കൂറുകളിലും മഴ ശക്തി പ്രാപിക്കുമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഗമൺ പോലെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിന് സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുള്ളത്.